തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യപ്രതി ബ്രഹ്മജിത്ത് ജയിലിൽ നിന്ന് 4 ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത്. കാപ്പ കേസിൽ കരുതൽ തടങ്കലിലായിരുന്ന ബ്രഹ്മജിത്ത് ശിക്ഷാ ഇളവ് നേടിയാണ് ജയിൽ മോചിതനായത്. കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിച്ച് ഇളവ് നേടുകയായിരുന്നു. 2 കൊലപാതക കേസിലടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബ്രഹ്മജിത്ത്. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, വിവരങ്ങൾ എന്താണ്? ഇന്നലെ വൈകിട്ട്, അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിയോടുകൂടി ആരംഭിച്ച ലഹരി പാർട്ടി ഒരു പുലർച്ചെ 3 മണിയോടെ വലിയൊരു അടിയിലേക്ക്, സംഘർഷത്തിലേക്ക് മാറിയിരുന്നു. തുടർന്ന് ഈ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി, അതായത് അഹദും അൽത്താഫും എന്ന പേരുള്ള 2 പേരുടെയും വീടിന് സമീപമാണ് ഈ ലഹരി പാർട്ടി സജ്ജീകരിച്ചത്. ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തിയ പോലീസ് വാഹനവും പോലീസിനെ അടക്കം അടിച്ച് പരിക്കേൽപ്പിക്കുകയും 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ബ്രഹ്മജിത്ത് കാപ്പ കേസിൽ ജയിൽ മോചിതനായ 4ാമത്തെ ദിവസമാണ് ഈ ഒരു അക്രമം, ഈ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനങ്ങൾ തല്ലിത്തകർക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിച്ച് ഇളവ് തേടിയ ശേഷം പുറത്തിറങ്ങി. തുടർന്ന് ഈ അഹദിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള ലഹരി പാർട്ടി പങ്കെടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് ഇവർ എത്തിയതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആൾതാമസമില്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു കയറിയാണ്, അതിക്രമിച്ച് കയറിയാണ് ഈ ഒരു ലഹരി പാർട്ടി അവിടെ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ 15ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 4 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി സാനു.